അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പായസം തയ്യാറാക്കുന്നത് നമ്മളുടെ കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സോക്ക് ചെയ്യൊന്നും വേണ്ട, നമുക്ക് കഴുകിയിട്ട് നന്നായിട്ട് ഊറ്റിയെടുത്താൽ മതി. ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം കേട്ടോ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന ആ പരിപ്പാണ് കേട്ടോ, അല്ലാണ്ട് നമ്മളെ സാമ്പാർ പരിപ്പല്ല. നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ കടലപ്പരിപ്പാണ് ഈ പായസത്തിന് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കൊരു കുക്കർ വെക്കാം. കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരണം. അതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം കുക്കർ തന്നെ നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോഴേ ഈ പരിപ്പിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുള്ളൂ കേട്ടോ. പച്ചച്ചുവക്ക ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ ഈ പരിപ്പൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നെയ്യ്, 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ പരിപ്പിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ആ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 4 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേ ആ പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടണം കേട്ടോ. അപ്പോൾ പരിപ്പ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചധികം വെള്ളത്തിൽ തന്നെയാണ് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് പായസത്തിൽ വല്ലാണ്ട് ഓവർ മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മളെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയിട്ട് പരിപ്പൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് പരിപ്പൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക. ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പരിപ്പ് കടിക്കാനും കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക. നമ്മൾ ചെറുപരിപ്പ് പായസമൊക്കെ വെക്കുന്നില്ലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ പായസം ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയിൽ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കുറുക്കി വരണം കേട്ടോ. അപ്പോഴേ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ പ്രഥമനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ശർക്കരയിൽ നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടെ. കണ്ടോ ഏകദേശം ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ പരിപ്പിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 നുള്ള് ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് വഴറ്റുന്ന സമയത്തല്ലേ നെയ്യ് ചേർത്തത്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ഈ 2ാം പാലിൽ ഒന്നും കൂടി ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ 2ാം പാലിൽ ഒന്നും കൂടി പരിപ്പൊന്ന് വെന്ത് കിട്ടട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കണ്ടോ പരിപ്പൊക്കെ നന്നായിട്ട് 2ാം പാലിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 1ാം പാൽ ചേർത്തതിന് ശേഷം വല്ലാണ്ട് തിളക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിതൊരു ലൂസ് പോലെ തോന്നും, പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം കട്ടിയിലാണ് ഈ പായസം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടിപൊളി കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിന് എന്നും നമ്മൾ സേമിയ പായസം പാലട പ്രഥമനൊക്കെ അല്ല ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.